അപ്പൊ കുറെ നാളായി ലോങ് വീഡിയോസ് ചെയ്തിട്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല മടിയാണ് കേട്ടോ അപ്പൊ ലോങ് വീഡിയോസ് ചെയ്യാൻ. ഷോർട്ട് വീഡിയോസ് മിക്കവാറും ദിവസങ്ങളിൽ ഇടുന്നുണ്ട്. യൂട്യൂബിൽ ഒരു ദിവസം ഇടും, അതെടുത്തിട്ട് പിറ്റേ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഇടും. അതുകൊണ്ട് അതിങ്ങനെ ആക്റ്റീവായിട്ട് പോകുന്നു. പക്ഷെ നമ്മുടെ സ്ഥിരം വ്യൂവേഴ്സ് ഒക്കെ വ്ളോഗാണ് കാണാറുള്ളത്, അതുകൊണ്ട് അവരൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് മടി കൂടാണ്ട് ഇന്നൊരു വ്ളോഗ് ചെയ്യാന്ന്. ഇവിടെ ഇപ്പൊ സമ്മർ തുടങ്ങിട്ടോ, പക്ഷെ വല്ലാത്ത ചൂടിലേക്കൊന്നും എത്തിയിട്ടില്ല. ഇതിന് തന്നെ ഞാൻ ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അഹങ്കാരി എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ ഭയങ്കര ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് ഇങ്ങോട്ട് പുഴുക്കാണ് കേട്ടോ പുറത്തിറങ്ങി ഇങ്ങോട്ട് കയറുമ്പോ. കിച്ചണ സ്കൂളിലാക്കി ഇങ്ങോട്ട് കയറുമ്പോഴേക്കും ഞാൻ ഇവിടെ സോഫയിൽ കുറച്ചേരം ഫ്ലാറ്റ് ആയി കുറച്ചേരം ഫോണിലൊക്കെ നോക്കിയിരുന്നു. ഇപ്പൊ സമയം 10:45 കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കിയ വേണ്ടു. പിന്നെ ഇവിടെ ഫുൾ ക്ലീൻ ആക്കണം. കിച്ചണും ലിവിംഗ് റൂമും ഒക്കെ ക്ലീൻ ആക്കണം. വേഗം പണികൾ. ഈ വീഡിയോ എടുത്തു വെച്ചിട്ട് ഇപ്പോൾ 1 മാസത്തോളമായിട്ടോ. ഇപ്പം നല്ല ചൂടാണ്. ഇവിടെ ഒരു 36-37 ഡിഗ്രിയാണ്. പക്ഷെ ആ ഡിഗ്രിയുടെ അല്ല, ഭയങ്കര ഹ്യൂമിഡിറ്റിയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആകെ ഇങ്ങോട്ട് തളർന്ന് പോകും പുറത്തിറങ്ങി അകത്തേക്ക് വരുമ്പോഴേക്കും. അപ്പോൾ വീഡിയോ ഇടാൻ ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ടാണ്. അതിൻ്റെ ഇടയിൽ എനിക്ക് വർക്കിൻ്റെ ബിസി ആയി പോയി. പിന്നെ നമ്മുടെ ജിക്കുട്ടന് എക്സാം ആയിരുന്നു. ഇപ്പം എക്സാം ഒക്കെ കഴിഞ്ഞ് വെക്കേഷൻ ആയി കേട്ടോ. വെക്കേഷൻ ആയാലും ഞാൻ ബിസി തന്നെയാണ്. അവൻ്റെ കൂടെ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യണമല്ലോ. സമ്മർ ആയപ്പോഴത്തെ ആകെയുള്ളൊരു സന്തോഷം എന്ന് വെച്ചാൽ മാവ് അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പോലെ പൊന്തി കിട്ടും. എനിക്ക് മാവ് അരച്ച് പൊന്തിയില്ലെങ്കിൽ ഭയങ്കര വിഷമാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ 2 പാത്രത്തിലൊക്കെയാണ് അരച്ച് വെക്കണത്, അല്ലെങ്കിൽ ആകെ പൊന്തി തൂവി പോവും. പിന്നെ ഞാൻ പ്ലാസ്റ്റിക് പാത്രത്തിലാണ് മാവ് അരച്ച് വെക്കാറ് ഫെർമെൻറ്റേഷൻ വെക്കുമ്പോൾ. അപ്പോൾ ആരോ കമൻ്റ് ഇട്ടു സ്റ്റീൽ പാത്രത്തിൽ വെച്ചാലാണ് നന്നായി പൊന്തി കിട്ടാന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ആ ഒരു മാറ്റം ചെയ്തു. പൊന്തി കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞാൻ ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ച് വെച്ച് ഒതുക്കി ഫ്രിഡ്ജിൽ വെക്കാനാണ് കേട്ടോ. 2 പാത്രമൊന്നും വെക്കാൻ ഫ്രിഡ്ജിൽ സൗകര്യമില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഇനി നമുക്ക് തോരൻ ഉണ്ടാക്കാനുള്ള പണികൾ തുടങ്ങാം കേട്ടോ. ഇതാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്തിരുന്ന കോക്കനട്ട് ഓയിൽ. അപ്പൊ ഇത് കോസ്കോന്ന് മേടിക്കണതാണ്. പക്ഷെ ഇപ്പൊ അത് കോസ്കോയിലൊന്നും ഇപ്പൊ പോകുമ്പോൾ കിട്ടാനില്ലാണ്ടായി. അതേപോലെ തന്നെ ആമസോണിൽ ഇതിന് ഭയങ്കര റേറ്റും കൂട്ടി. നമുക്ക് ഒട്ടും അഫോർഡബിൾ അല്ല, ഇത് ഇത്തിരി കൂടിയുള്ളൂ. മിക്കവാറും ഇനി സൺഫ്ലവർ ഓയിലേക്ക് മാറേണ്ടി വരും. ഞാൻ ക്യാരറ്റും ബീൻസും തോരൻ ഉണ്ടാക്കുന്ന രീതി കാണിച്ചു തരാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാവുമ്പോൾ സവോളയും വെളുത്തുള്ളിയും കൂടി നന്നായിട്ട് വഴറ്റും. ചെറിയ ഉള്ളി ഇല്ലാത്തതുകൊണ്ടാണ് സവോള യൂസ് ചെയ്യുന്നത്. സവോള ആകുമ്പോൾ പകുതി സവോളയൊക്കെ ഉപയോഗിക്കും കേട്ടോ. വെളുത്തുള്ളി എനിക്ക് ചേർക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് എല്ലാത്തിലും നന്നായിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കും. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുള്ളൂ. പിന്നെ ബാക്കി എരിവിനുള്ള പച്ചമുളക് തേങ്ങയിൽ ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്തു. നന്നായിട്ട് വഴറ്റി വരുമ്പോഴാണ് കേട്ടോ ഈ തേങ്ങ ഇട്ടത്. അതും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മുടെ ക്യാരറ്റും ബീൻസും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇത്തിരി വെള്ളം തെളിച്ചിട്ട് മൂടി വെച്ച് വലിച്ചെടുക്കും. അങ്ങനെയാണ് എൻ്റെ തോരൻ വെക്കൽ. അപ്പോൾ ഇവിടെ ഫ്രണ്ട്സായിട്ട് കൂടുമ്പോഴേ ഓരോരുത്തർക്കും ഓരോ ഐഡിയാസാണ്. പലതരത്തിലാണ് തോരൻ ഉണ്ടാക്കുന്നത് തന്നെയായാലും. അപ്പോൾ ഞാൻ ചേട്ടന് അവർ മോരും വെള്ളം ഉണ്ടാക്കി കൊണ്ടു കൊടുക്കുകയാണ്. അവിടെ ചൂട്ടത്തിരുന്ന് വർക്ക് ചെയ്യല്ലേ, അപ്പോൾ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ നമ്മുടെ തോരൻ ഇവിടെ റെഡി ആവുന്നുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ ജീരകമൊക്കെ ഇടുമല്ലോ. അപ്പോൾ ഞങ്ങളുടെ അവിടെയൊന്നും അങ്ങനെ ജീരകമൊന്നും ഇടില്ല കേട്ടോ. അപ്പോൾ ഓരോ നാട്ടിലും ഓരോ രീതികൾ. ഇനി ഞാനൊരു പരീക്ഷണത്തിന് പോവുകയാണ്. ഒരു മിക്സിയുടെ കുഞ്ഞി ജാറിലേക്ക് കുറച്ച് പെരുംജീരകവും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് നമുക്ക് ചതച്ചെടുക്കണം. ഇടിച്ചെടുത്താലും മതി, ഇടിക്കല്ലുണ്ടെങ്കിൽ. എനിക്കതില്ലാത്തത് കൊണ്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുത്തു. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയിൽ വറ്റി പിടിച്ചിരിക്കണം, അവിടെ ഇരിക്കട്ടെ, കുഴപ്പമില്ല. നമുക്ക് ഇത്തിരി വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അത് നമുക്ക് മിക്സി അങ്ങോട്ട് കഴുകി ആ വെള്ളമായിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫ്ലേവറൊന്നും പോവില്ല. 1 കപ്പ് കടലമാവ് എടുക്കുന്നുണ്ട്, അതിട്ട് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാൻ പോണത്. ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്ന ഐറ്റം ഞാനിട്ട ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് എന്താണ് ഞാൻ ഉണ്ടാക്കാൻ പോകണമെന്ന് വല്ല ഗസ് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. നല്ല കിടിലൻ റെസിപ്പി ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് ട്രൈ ചെയ്യണതാണ്. നമ്മുടെ മസാലക്കപ്പലിൻ്റെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. മസാലക്കപ്പലിൻ്റെ എന്നാണ് ഞങ്ങൾ അവിടെയൊക്കെ പറയാം. എരിവിനാവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കാശ്മീരി മുളക് പൊടി ഉണ്ടായിരുന്നില്ല. അതുണ്ടെങ്കിൽ അത് ഇട്ടാലാണ് നല്ല ഭംഗിയുള്ളൊരു കളർ കിട്ടുക. എൻ്റെ കയ്യിൽ ഒട്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇത് അധികം ഇട്ടാൽ എരിവ് കൂടുകയും ചെയ്യും, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ചിട്ടുള്ളൂ. പിന്നെ കായത്തിൻ്റെ പൊടിയാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് ഇങ്ങനെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. തൊലിയോട് കൂടിയ പച്ചക്കപ്പലണ്ടി മേടിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ചില നാട്ടിലൊക്കെ ഇതിനെ കടല എന്നാണല്ലേ പറയുക. ഞങ്ങൾ കടലേനെ കറി ഉണ്ടാക്കണ കടലയ്ക്ക് മാത്രമാണ് കടല എന്ന് പറയുള്ളൂ. ഇതിനെ കപ്പലണ്ടി എന്നാണ് കേട്ടോ പറയുക. അപ്പോൾ അത് 2 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ മിക്സിയിൽ നമ്മൾ ചതച്ച് വെച്ച സംഭവമൊക്കെ ഉണ്ടായല്ലോ, അതിലൊരു ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കലക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം തന്നെ ആ പൊടിയും കപ്പലണ്ടിയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലായിടത്തും ആ പൊടി നല്ലപോലെ
പരണ്ടിരിക്കണ പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറേശ്ശെ വെള്ളം തെളിച്ച് നമ്മൾ നനച്ച് കൊടുക്കുക. ഈ പുട്ടിനെ നനയ്ക്കണ പോലെ ഇങ്ങനെ നനയ്ക്കാം. വല്ലാണ്ട് വെള്ളമായി പോവണ്ട, ഇങ്ങനെ എല്ലായിടത്തും ഒന്ന് നനവെത്തിയാൽ മതി കേട്ടോ. ഈ ഒരു പരുവത്തിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാകെ ഫ്ലോപ്പായി, വെറുതെ സമയവും മെനക്കെടുത്ത് ഈ കുറേ ഓയിലൊക്കെ കളയാൻ പോകുക എന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോൾ നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. ആകെ ഉള്ളൊരു മെനക്കെട്ട പണിയെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അതിന് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സൂത്രം കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ കയ്യിൽ കുറച്ചും കൂടി ഇട്ടിട്ട് വേഗം എണ്ണയിലേക്ക് കയ്യിലുകൊണ്ട് തന്നെ ഇടും. എന്നിട്ട് ഇങ്ങനെ ഒന്ന് വേർതിരിച്ചെടുക്കും കയ്യിലുകൊണ്ട്. അപ്പോൾ തന്നെ നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിനാവുമ്പോൾ അത്ര വലിയ ഭംഗി ഒപ്പിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇട്ടിട്ട് എത്ര നേരം വേണ്ടെന്ന് അറിയാം. പിന്നെ അതിങ്ങനെ കൈമളിക്കൊക്കെ തെറിക്കാനും ചാൻസ് ഉണ്ട് ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ വീഴുമ്പോഴേ. അപ്പം ഞാൻ പിന്നെ കയ്യിലുകൊണ്ട് ചെയ്തപ്പോൾ കുറച്ച് ഈസി ആയിട്ട് തോന്നി. നമ്മളിത് ആദ്യമായിട്ടാണ്, വലിയ പരിചയമൊന്നും ഇല്ലാത്ത കാരണം എനിക്കിതിൻ്റെ വേവും കാര്യങ്ങളൊന്നും അറിയില്ലായിരുന്നു. ആദ്യം 2 ട്രിപ്പ് ഒരു ഭയങ്കര ഡാർക്കായി പോയിട്ട്, അപ്പോൾ അതിൻ്റേതായ ഭംഗിക്കുറവ് നല്ല പോലെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനത് വീഡിയോ പോസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിങ്ങനെ ഇട്ടതായിരുന്നു. പക്ഷെ കഴിച്ചു നോക്കിയപ്പോൾ അത്രയും നല്ല കിടിലൻ ടേസ്റ്റ് ആയിരുന്നു. പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ബൈ. താങ്ക്